കേരളത്തിലെ ആദ്യത്തെ 70mm പ്രൊജക്ഷനുള്ള തിയേറ്റർ. പക്ഷെ ഇപ്പൊ നോക്കുവാണെങ്കിൽ കാട് കയറി മാലിന്യം കൂമ്പാരം കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു തിയേറ്ററിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ഞാൻ ഈ പറയുന്ന തിയേറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ പഴയ സൈന തിയേറ്റർ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ഫോർട്ട് കൊച്ചി കോക്കസ് തിയേറ്റർ ഇപ്പൊ പിടിയിട്ട് കാണും അല്ലേ? ഒരുപാട് കൊച്ചിയുടെ സിനിമാ പാരമ്പര്യം നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു തിയേറ്ററാണ് ഈ ഒരു കോക്കസ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് വളരെയധികം മോശമാണ്. അപ്പോഴേ നമുക്ക് ഈ ഒരു കോക്കസ് തിയേറ്ററിന്റെ അല്ലെങ്കിൽ സൈന തിയേറ്ററിന്റെ ചരിത്രം ഒന്ന് നോക്കിയിട്ട് വരാം. 1960കളിലായിട്ടാണ് സൈന തിയേറ്റർ സ്ഥാപിച്ചത്. ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ പ്രദർശിപ്പിച്ച ഒരു തിയേറ്റർ ആയിരുന്നു. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വാട്ടർലാങ്ങിന്റെ ക്യാൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇനി ഈ തിയേറ്ററിന്റെ ഉടമ ആരാണെന്ന് വല്ല പിടിയുണ്ടോ? നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിന് നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും സിൽവർ മെഡൽ നേടിയ സിനിമ ഏതാണ്? യെസ്, അത് തന്നെ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് ആ ഒരു അംഗീകാരം കിട്ടിയത്. ഇതേ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത VK പരീക്കുട്ടി ആയിരുന്നു ഈ ഒരു സൈന തിയേറ്ററിന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. ശരിക്കും കൊച്ചിയിലുള്ള ആൾക്കാരെ മികച്ച സിനിമകൾ ഒരു മികച്ച തിയേറ്ററിൽ തന്നെ കാണിക്കണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ പ്രദർശിപ്പിച്ച ഒരു തിയേറ്റർ ആയിരുന്നു ഈ ഒരു സൈന തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നമ്മുടെ കോക്കസ് ഗ്രൂപ്പാണ് ഈ ഒരു തിയേറ്റർ ഏറ്റെടുത്തത് കേട്ടോ. 1976കളിലായിട്ടാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത്. പക്ഷേ കോക്കസ് ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ കൊച്ചിയിൽ ആദ്യമായിട്ട് മാറ്റ്നി ഷോ കളിച്ച ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോക്കസ് തിയേറ്റർ ആണ്. അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകളായിരുന്നു, അതായത് മികച്ച ഇംഗ്ലീഷ് സിനിമകളായിരുന്നു ഈ ഒരു സമയത്ത് കോക്കസ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ VK പരീക്കുട്ടി അദ്ദേഹം നമ്മുടെ നഗരസഭയുടെ കയ്യിൽ നിന്നും ഈ ഒരു പ്ലോട്ട് ലീസിനാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോക്കസ് ഗ്രൂപ്പും അതേ ഒരു കാര്യം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് തുടർന്നും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കോക്കസ് ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നഗരസഭയും കൂടെ തമ്മിൽ നല്ല രീതിയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഫോർട്ട് കൊച്ചിക്കാർക്ക് അറിയാം, ഒരുപാട് പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ഈ ഒരു തിയേറ്ററിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്. അവസാനം എന്തായാലും തിയേറ്റർ പൂട്ടുന്ന ഒരവസ്ഥയിലായിരുന്നു സംഭവിച്ചത്. 2017 തോന്നുന്നു രക്ഷാധികാരി ബൈജു ആയിരുന്നു അവസാനമായിട്ട് ഓടിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2024 അതിനുശേഷം നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോക്കസ് തിയേറ്റർ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് അത് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് അതിന് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ചെന്ന് നോക്കിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടൊക്കെ കയറി ഇങ്ങനെ എന്താ പറയുക ഒരു വല്ലാത്തൊരു ഹോണുള്ള അവസ്ഥയിൽ കിടക്കുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് ആയിട്ട് കിടക്കുവാണ്. അത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ 70mm പ്രൊജക്ഷനുള്ള ഒരു തിയേറ്ററിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ഇനി ഇതേ കോക്കേഴ്സ് ഗ്രൂപ്പിന്റെ മറ്റൊരു ഐക്കോണിക് തിയേറ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ചിറ്റൂർ റോഡിലുള്ള ലുലു മൈമൂൺ തിയേറ്റർ. ഈ രണ്ട് തിയേറ്ററും, ഈ കോക്കസ് തിയേറ്ററും ഈ ഒരു ലുലു മൈമൂൺ തിയേറ്ററും ഒരേ തിയേറ്ററാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് രണ്ട് തിയേറ്ററാണ്, രണ്ട് ലൊക്കേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലുലു മൈമൂൺ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് നിങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ട് തകർത്ത് ആഘോഷിച്ച തിയേറ്ററുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ലുലു മൈമൂൺ തിയേറ്ററിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 1981 സെപ്റ്റംബർ 3 ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തത്. രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരേ നായകന്റെ 2 സിനിമകളാണ് ഇതിന്റെ ഉദ്ഘാടന ദിവസം കളിച്ചത് എന്നുള്ളതാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പ്രേം നസീർ. 70mm മൈമൂൺ തിയേറ്ററിൽ കളിച്ചത് നമ്മുടെ പ്രേം നസീർ സാറിന്റെ രക്തം എന്ന് പറഞ്ഞ മൂവിയാണ്. അതുപോലെ തന്നെ ലുലുവിൽ കളിച്ചത് വിട പറയും മുമ്പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയായിരുന്നു. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടന ദിവസം ഇട്ട പോസ്റ്ററിനകത്ത് അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഈ 2 സ്ക്രീനും AC ആണ് എന്നുള്ളത്. നിങ്ങൾ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1981 അന്നേ ഒരു ഗംഭീര തിയേറ്റർ കോംപ്ലക്സ് ആയിരുന്നു. ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മൾട്ടിപ്ലക്സ് തിയേറ്ററും അതിൻ്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടം, ഒരു അഡ്വാൻസ്ഡ് ലെവൽ അന്നേ 1981 കാലഘട്ടത്തിലെ അന്ന് നമ്മുടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ 2 സിനിമകളുണ്ടല്ലോ, ഈ 2 സിനിമകളും 100 ദിവസം തിയേറ്ററിൽ ഓടി എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല, നമ്മൾ പറയുമല്ലോ പഴയ കാലഘട്ടത്തിലെ കിടിലൻ സിനിമകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ 20-ാം നൂറ്റാണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ സിനിമകൾ 100-200 ദിവസങ്ങളൊക്കെ തകർത്തോടിയ ഒരു തിയേറ്റർ ആയിരുന്നു നമ്മുടെ ലുലു മൈമൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേ ആ ഒരു സെറ്റപ്പ് കൊടുത്തൊരു തിയേറ്ററാണ്. അപ്പോൾ എന്തായാലും ആൾ കയറാതിരിക്കുമോ? അത്രയും ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചറിയാനായിട്ട് ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ തകർത്തോടിയ ഒരു തിയേറ്റർ ആയിരുന്നു ഈ ഒരു ലുലു മൈമൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറേ സിനിമകളൊക്കെ തകർത്തോടി കാലങ്ങൾ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ വീണ്ടും
ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ 2006 ആയപ്പോഴത്തേക്കും ഈ ഒരു തിയേറ്ററും പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. നമ്മുടെ ലാലേട്ടന്റെ മഹാസമുദ്രം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഈ ഒരു തിയേറ്ററിൽ കളിച്ചൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി എന്താണ് നമ്മുടെ ലുലു മൈമൂൺ തിയേറ്ററിന്റെ ഒരു ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്താണ് നമ്മൾ ഈ ഒരു തിയേറ്റർ ബിൽഡിംഗ് മൊത്തത്തിൽ പൊളിച്ച് കളയുന്ന കുറെ ഫോട്ടോസ് കണ്ടത്. അവിടെ നിന്ന് സിനിമ കണ്ടിട്ടുള്ള ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ വിഷമം വന്നൊരു കാഴ്ച തന്നെ ആയിരിക്കും. കാര്യം നിങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ, പഴയ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള തിയേറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? നമ്മുടെ കോക്കസ് തിയേറ്റർ പോലെ തന്നെ ഇവിടെയും മാലിന്യ കൂമ്പാരം പോലെ കിടക്കുമോ? പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പ്ലോട്ട് ഏറ്റെടുത്തിരിക്കുന്നത് EMKE ആണ്. EMKE എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ലുലു ഗ്രൂപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ലുലു ഗ്രൂപ്പ് എടുക്കുമ്പോൾ എന്തായാലും അത് വെറുതെ അങ്ങനെ കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. യെസ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് വരാനായിട്ട് പോകുന്നത്. അതാരാണെന്നറിയോ? PVR INOX. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുള്ള ഒരു ചെയിനാണ് PVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ മികച്ച തിയേറ്ററുകൾ തരുന്ന ഒരു തിയേറ്റർ ആണ്. പിന്നെ നമ്മളെയൊക്കെ പല ഫോർമാറ്റുകളും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ കാണാൻ പഠിപ്പിച്ചത് തന്നെ PVR ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. മോശം തിയേറ്ററുള്ള ഉണ്ട്, മിക്കത് അവർ 2K 7.1 വെച്ചൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ തിയേറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ തിയേറ്ററുകളിലും അവർ അഡ്വാൻസ് സ്പെക് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഒരു സ്പെഷ്യൽ സ്ക്രീൻ അവർ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലുലു മൈമൂൺ തിയേറ്റർ ഇനി മാറാനായിട്ട് പോകുന്നത് PVR INOX ആയിട്ടാണ്. പിന്നെ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ വക ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ലുലു അല്ലെങ്കിലും ഏതോ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ലുലു ആണെന്നുണ്ടെങ്കിൽ ഈ ലുലുവും നമ്മുടെ ഈ ഒരു PVR INOX വരുമ്പോഴത്തേക്ക് എന്തായാലും നല്ലൊരു റഷ് തന്നെ നമുക്ക് ആ ഒരു ചിറ്റൂർ റോഡിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്ന് വെച്ചാൽ, ഒരു 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഇവിടെ വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഡൽഹി PVR പ്രിയയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതുപോലൊരു ഐക്കോണിക് തിയേറ്റർ ആയിട്ട് മാറ്റുമായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇത് വെറുതെ ഒരു 3 സ്ക്രീൻ PVR കൊടുക്കുവാണെങ്കിൽ ഒരു സുഖമില്ല. ഇപ്പോൾ ഓൾറെഡി കൊച്ചിയിൽ തന്നെ ഇഷ്ടം പോലെ സ്ക്രീൻ ഉണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ PVRന്റെ സ്ക്രീൻ മാത്രം നോക്കുവാണെങ്കിൽ നമ്മുടെ ലുലു മാളിൽ വരുന്നുണ്ട്, നമ്മുടെ ഫോറം മാളിൽ വരുന്നുണ്ട്, ഒബ്രിയൻ മാളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് 4ാമത്തെ തിയേറ്ററാണ് PVR INOXന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ വെറുതെ 3 സ്ക്രീൻ കൊടുക്കാതെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്ക്രീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കൊച്ചി സെൻട്രൽ സ്ക്വയർ മാളിൽ പുതിയ IMAX തിയേറ്റർ വരുന്നുണ്ട്. കൊച്ചിയിലെ ആദ്യത്തെ IMAX തിയേറ്റർ ആണ്. അപ്പോൾ ഇവിടെ അവർക്ക് IMAX വെച്ചാലും മോശമൊന്നുമല്ല, എങ്കിലും IMAX ഇനിയിപ്പോൾ അവിടെ വരുന്നതുകൊണ്ട് ഇവിടെ കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്ക്രീൻ കയറ്റുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഒരു ഇൻഡിപെൻഡന്റ് തിയേറ്റർ പോലെ നിർത്തുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായനെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും കോക്കേഴ്സ് പോലൊരു അവസ്ഥയിലേക്ക് എത്തിയില്ല. എന്തായാലും ലുലു ഏറ്റെടുത്ത് ഒരു ഗംഭീര ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററാക്കി മാറ്റട്ടെ.